സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 25-ാമത്തെ വാക്യം. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഹല്ലേലൂയ. ഇന്ന് ഈ തിരുവെഴുത്ത് എന്ന് പറയുന്നത് ലോകത്തിലുള്ള സകല ജനത്തോടും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രൈസ്. ക്രൈസ്തവ വിഭാഗത്തോട് മാത്രമല്ല, ലോകത്തിൽ മനുഷ്യനായി ജനിച്ച സകല ജനങ്ങളോടും. ഹല്ലേലൂയ. അത് സുവിശേഷം അറിഞ്ഞവരോടും അറിയാത്തവരോടും ദൈവം എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ വിചാരപ്പെടുന്നതിൽ ഞാൻ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഹല്ലേലൂയ. മനുഷ്യൻ തന്റെ നീളം കൂട്ടുവാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ഒരുപാട് കൃത്രിമപ്പണി ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ചിലര് രാവിലെ എഴുതിട്ട് തൂങ്ങിക്കിടക്കുന്ന കാണും. അല്ലെങ്കിൽ മരത്തിനൊക്കെ കൈ കയറ്റിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഞാത് കിടക്കും നീളം കൂടാൻ. പിന്നെ ഏതാണ്ടൊക്കെ കുട്ടികൾ കഴിക്കുന്ന പൗഡറുകളൊക്കെ പണ്ട് ഇറക്കിയിട്ട് അത് കഴിച്ചാൽ നീളം കൂടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൃത്രിമ ഐറ്റത്തിലൂടെ നീളം കൂട്ടുവാൻ വേണ്ടി പലരും പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്റെ സങ്കല്പം എന്താണ്? അതുകൊണ്ടാണ് മനുഷ്യൻ നീളം വെച്ചെന്നുള്ളതാണ്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന ശ്രോതാവെ, അതുകൊണ്ടല്ല നീളം വെച്ചത്. ഞങ്ങളൊക്കെ ജന്മനാ തന്നെ ഒരുപാട് പൊക്കമുള്ളവരാണ്. ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഈ പൗഡറുകളൊന്നും ഞങ്ങൾ കണ്ടിട്ടുമില്ല, തിന്നിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഞങ്ങളുടെ മാതാപിതാക്കൾ നീളം കൂടാനാന്ന് പറഞ്ഞപ്പോൾ തന്നിട്ടുമില്ല. നീളം കൂടാനായിട്ട് ഞങ്ങളിങ്ങനെ വലിയ മരത്തേക്ക് ആമയെ കൈ തൂങ്ങിക്കിടന്ന് ആടിയിട്ടുമില്ല. അങ്ങനെ ഞങ്ങൾ എക്സസൈസ് എടുത്തിട്ടില്ല. ദൈവം എല്ലാവർക്കും ഒരു നീളം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ എത്രമാത്രം ഉയരം വേണം, എത്രമാത്രം വെയിറ്റ് വേണം, ഹൈറ്റും വെയിറ്റും എത്രമാത്രം ദൈവം നമുക്ക് ഒരു നിയോഗം തന്നിട്ടുണ്ട്. അത് നമ്മുടെ പ്രായപരിധി അനുസരിച്ച് അത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതല്ലാതെ മനുഷ്യർക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പിന്നെ വിചാരപ്പെടുന്നതിൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ചിലര് ഹൈറ്റ് ഇല്ല, പൊക്കമില്ല എന്ന് പറഞ്ഞ് പലരും നിരാശപ്പെടാറുണ്ട്, ദുഃഖിക്കപ്പെടാറുണ്ട്, ഭാരപ്പെടാറുണ്ട്. പക്ഷെ നമ്മൾ അതിൽ തൃപ്തരാകുക എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മുടെ നീളത്തോട് നീളം കൂട്ടാൻ കഴിയത്തില്ല. പിന്നെ നമ്മൾ അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ അവിവേകം, ആരൊക്കെ എന്തോ പറഞ്ഞു തന്ന അന്ധവിശ്വാസങ്ങളാണ്. ചിലർ അതൊക്കെ സയൻസ് കണ്ടുപിടിച്ചു, അവർ കണ്ടുപിടിച്ചോട്ട്. പക്ഷേ അതുകൊണ്ട് സയൻസ് ശാസ്ത്രം പറഞ്ഞത് കൊണ്ടല്ല മനുഷ്യൻ വളർന്നത്. ശാസ്ത്രം മനുഷ്യന് വളരാനുള്ള ഒരു കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ശാസ്ത്രം കണ്ടുപിടിച്ചത് മനുഷ്യന്റെ ശരീരത്തെ രോഗം മാറ്റുക, ശരീരത്തെ അവയവങ്ങൾ മാറ്റിവെക്കുക, അതൊക്കെയാണ്. അതൊന്ന് ചെയ്യുമ്പോൾ മറ്റൊന്ന് കയറി മറ്റു രോഗം വരികയും ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ യഥാർത്ഥത്തിൽ നമ്മുടെ നീളത്തോട് നീളം കൂട്ടുവാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ ജന്മത്തിൽ തന്നെ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ എത്ര ഉയരണമെന്നും എത്ര പൊക്കം വെക്കണമെന്നുണ്ട്. പിന്നെ ചില പാരമ്പര്യമുണ്ട്. പ്രൈസ് എന്നൊക്കെ പറയുന്നു. എന്തായാലും ആയിരിക്കട്ടെ, ഇവിടെ കർത്താവ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് അനേക ചോദ്യങ്ങൾ ചോദിച്ചു. ഹല്ലേലൂയ. ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയാത്ത വിധത്തിൽ നാം നിസ്സഹായരാണ്. ഹല്ലേലൂയ. സ്തോത്രം. വലിയ ദൈവിക രഹസ്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവസന്നിധിയിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വെളിപ്പെടാത്ത അനേക രഹസ്യങ്ങളെ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല, വേദപുസ്തകത്തിനകത്ത് യേശു ചോദിച്ച, പുതിയ നിയമത്തിൽ യേശു ചോദിച്ച ഏകദേശം 135 ചോദ്യങ്ങൾ 4 സുവിശേഷങ്ങളുണ്ടെന്നാണ് ഞാൻ പുസ്തകത്തിൽ വായിച്ചത്. ഹല്ലേലൂയ. യേശുക്രിസ്തു തന്നെ ചോദിച്ച ചോദ്യങ്ങൾ 135 4 സുവിശേഷത്തിലുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പൊ നമുക്കത് ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അവൻ സകലത്തെയും അറിയുന്നവൻ ആരാ? യേശു. സകലത്തെ അറിയുന്നത്. സകലവും അറിയാവുന്ന ഈ ഭൂമിയിൽ ആരുമില്ല. പണ്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കുറെ കാലം, ഞാൻ പണ്ടൊക്കെ സിനിമ കാണുന്ന കാലഘട്ടത്തിലാണ് സകലകലാ വല്ലഭൻ എന്ന് പറയുന്ന സിനിമ. അല്ലേലേ. ഇന്നും ചില ആളുകളെ വിളിക്കുന്നത് ഈ സകലകലാ വല്ലഭനാണ്. പിന്നെ മനുഷ്യൻ പറഞ്ഞ് സകലകലാ വല്ലഭനാക്കി വെച്ച് അതൊക്കെ ചുമ്മാ പേരും പ്രസക്തി, നാട്ടുകാർ ചില കാര്യങ്ങളും പണ്ട് സിനിമയ്ക്ക് വേണ്ടി അതിറക്കി കാശുണ്ടാക്കുന്ന പണിയാണ്. അല്ലെ, സകലത്തെ അറിയുന്ന സകലകലാ വല്ലഭൻ എന്ന് പറയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്.
എല്ലാം അറിയുന്നവൻ, എല്ലാം ഗ്രഹിക്കുന്നവൻ, എല്ലാം ആമി ദൂരത്തുനിന്ന് കാണുന്നവൻ നമ്മുടെ കർത്താവ്. കർത്താവ് ദൂരസ്ഥനാണെങ്കിൽ അവൻ സമീപസ്ഥനാണ്. നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മുഴുവൻ, നീ എവിടെ ജനിക്കണം, എങ്ങനെ ജനിക്കണം, ഏത് കുടുംബത്തിൽ ജനിക്കണം, ആരായിരിക്കേണ്ട മാതാപിതാക്കള്, നീ ഏത് രാജ്യക്കാരനായിരിക്കണം, നിന്റെ നിറം എന്താണ്, നിന്റെ സംസാരം എന്താണ്, നിന്റെ വർണ്ണന, ഇതെല്ലാം കർത്താവ്യാ ഇതെല്ലാം ചെയ്യുന്നത്. പ്രവേശനോട് അല്ലാതെ രാജ്യത്തിന്റെ ഒരു പരമാധികാരങ്ങൾ ഇരിക്കുന്നവരുമല്ല, ഇവിടുത്തെ കോടീശ്വരന്മാരുമല്ല, സയന്റിസ്റ്റുകൾ എത്ര കുതിച്ചാടിയാലും അവർക്കൊന്നും അറിയത്തുമില്ല. അപ്പം യേശു ആരാണ്? സകലത്തെ അറിയുന്നവൻ. അവന്റെ ചില ചോദ്യങ്ങൾ നമ്മുടെ ആത്മാവിലേക്ക് ഇഴുകിച്ചേരണം. യേശുക്രിസ്തുവിന്റെ ചോദ്യങ്ങൾ നമ്മുടെ ആത്മാവിലേക്ക് ഇഴുകിച്ചേരണം. ഹല്ലേലൂയ, സ്തോത്രം. മാത്രമല്ല അവന്റെ ചോദ്യങ്ങൾ നമ്മൾ കണ്ണുനീരോട് കൂടിയത് കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോഴാണ് അവന്റെ ചോദ്യങ്ങൾക്കകത്ത് ഏറ്റവും പ്രധാന ചോദ്യം നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നുള്ളത്. നിങ്ങൾ മാനസാന്തരപ്പെട്ടുവോ? അതെ, ലോകത്തിലുള്ള സകല ജനങ്ങളും മാനസാന്തരപ്പെടണം. ക്രൈസ്തവ വിശ്വാസമായതുകൊണ്ടും ക്രൈസ്തവരായതുകൊണ്ടും ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നതുകൊണ്ടും അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ കൈകൊണ്ട് പിടിച്ചതുകൊണ്ടും അനുദിനം പള്ളിയിൽ പോയതുകൊണ്ടും പള്ളിയുടെ കർമ്മങ്ങളും ആചാരങ്ങളും എല്ലാം നിങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തിയായിരുന്നാലും ഒരു ദിവസം പോലും മുടക്കാതെ പള്ളിയിൽ പോയാലും ഹല്ലേലൂയ, നിങ്ങൾ പള്ളിക്ക് കൊടുക്കാവുന്നതെല്ലാം കൊടുത്താലും ഇനി നിങ്ങൾ കൂടുതൽ കൊടുത്തിട്ട് പേര് മുമ്പിൽ നിർത്തിയാലും ഹല്ലേലൂയ, നീ മാനസാന്തരപ്പെട്ടോ ഇല്ലയോ എന്ന് കർത്താവ് ചോദിക്കുക. എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, നീ മാനസാന്തരപ്പെട്ടോ? ഹല്ലേലൂയ. നീ സകല ജനത്തോടും ദൈവം ചോദിക്കാം, നിങ്ങൾ മാനസാന്തരപ്പെട്ടുവോ? ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിത്യതയിൽ പ്രവേശിപ്പാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനം നമ്മെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്നത് കാണാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 13-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്: ശീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരെക്കാളും കുറ്റക്കാർ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഹല്ലേലൂയ എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിക്കുക. അതെന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ലേ 13-ന്റെ ലൂക്കോസ് സുവിശേഷം 13-1 തൊട്ട് വായിക്കുമ്പോൾ ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. ആരോട്? യേശുവിനോട് അറിയിച്ചു. ഹല്ലേലൂയ, അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കുക എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? കാരണം അവര് അവിടെയുള്ള ഗലീലക്കാരിലെല്ലാം ഇത് പാപികളായി നിങ്ങൾക്ക് തോന്നുന്നുവോ? അപ്പൊ യേശു അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതേപോലെ നമ്മൾ എത്ര ഭക്തനായിരുന്നാലും അതിഭക്തനായിരുന്നു നമ്മളെല്ലാ കാര്യങ്ങൾ ചെയ്താലും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവിക ന്യായവിധി വീഴും. ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് നീ എന്തെല്ലാം ചെയ്താലും കർത്താവ് നിന്നോട് ചോദിക്കുന്നത് മാനസാന്തരപ്പെട്ടോ എന്നാണ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയണ, ശീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേരിൽ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരെക്കാളും കുറ്റക്കാർ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ മാനസാന്തരപ്പെടണം കേട്ടോ. നിങ്ങൾ എന്തെല്ലാം വ്യാഖ്യാനിച്ചാലും എന്തെല്ലാം വിമർശിച്ചാലും മാനസാന്തരപ്പെടണം. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടോ നിങ്ങളുടെ കുലമഹിമകൾ പറഞ്ഞുകൊണ്ടോ നിങ്ങളുടെ വിദ്യാഭ്യാസം പറഞ്ഞു നിങ്ങളുടെ അറിവ് പങ്കുവെച്ചതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല, സ്വർഗത്തിൽ പോകത്തില്ല. ചില സഹോദരന്മാരോട് സംസാരിക്കുക, അവർക്കെല്ലാം അറിയാം, അവർക്കെല്ലാം ഞങ്ങളെല്ലാം പഠിച്ചു തികഞ്ഞവരാണ്, ഇനി ഞങ്ങളെ ആരും പഠിപ്പിക്കണ്ട. അവരങ്ങ് ഗുരുവിനേക്കാൾ മുകളില. ഹല്ലേലൂയ. അവരോടൊക്കെ ഒന്നും പറഞ്ഞ കേൾക്കത്തില്ല. കാരണം അവരൊക്കെ എല്ലാം തികഞ്ഞവരെന്ന് നടിക്കുന്ന സഹോദരി ദൈവാത്മാവ് പറയുകയാണ്, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ശിലോഹാമിലെ ആ ഗോപുരം വീണ് മരിച്ചവരെ പോലെ നിങ്ങളും മരിച്ചു പോകും. ഹല്ലേലൂയ.
അതിന് ഇന്ന് നമ്മൾ കാണുന്ന ഒരു മാതൃക കണ്ടിട്ടില്ലേ? ഇന്ന് ലോകം മുഴുവൻ യുദ്ധം നടക്കുക. ഇറാനിലും ഇസ്രായേലും അമേരിക്കയും എല്ലാം ഭയങ്കര യുദ്ധത്തിലാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ മരിക്കുക. അങ്ങനെ ഈ മരിക്കുന്നവരെല്ലാം പാപം ചെയ്തിട്ടല്ല മരിക്കുന്നത്. പെട്ടെന്ന് വന്ന് മിസൈൽ വീഴുമ്പോൾ ആ മിസൈൽ വീഴുന്ന സ്ഥലത്തുള്ളവരെല്ലാം മരിക്കുക. അതിനകത്ത് ഒരുപാട് നിരപരാധികളുണ്ട്. അവരെ ഒന്നും കുറ്റം ചെയ്തിട്ടല്ല മരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അവർക്കത് അനുഭവിക്കേണ്ടി വന്നത്? അവർ ആ ന്യായവിധിയിലേക്ക് പോയത്. പക്ഷെ അവർ മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ നിത്യമായ സ്വർഗം കിട്ടിയനെ. മാനസാന്തരപ്പെടാത്തത് കൊണ്ട് അവരെല്ലാവരും നശിച്ചു പോകും. നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാലഘട്ടമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശവരം ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ നീളത്തോടുകൂടെ കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കും കഴിയില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠിപ്പിക്കലും തെറ്റായ ചിന്താഗതികളൊക്കെ ഉണ്ട്. അതിനകത്ത് നീ വീണു പോകരുത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം പറയുന്നത് വിചാരപ്പെടുന്നതിനെ കുറിച്ച് ആഴമായി മനസ്സിലാക്കുന്നതിന് യേശു ചില ചോദ്യങ്ങൾ ചോദിച്ചു. വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഹല്ലേലൂയ. ഒരു വലിയ ചോദ്യമല്ലേ അത്? എന്നിട്ട് യേശു നമ്മോട് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 25 തൊട്ട് താഴോട്ട് വാക്യങ്ങൾ വായിക്കാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് നിങ്ങളുടെ ശരീരനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുത്. മനുഷ്യന്റെ ജീവിതം മുഴുവൻ എന്താണ്? എന്തു തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നുള്ളതാണ് മനുഷ്യന്റെ ചിന്ത. അല്ലേ? കർത്താവ് അതിനെ ഒന്നും ഓർത്ത് വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതാ, അല്ലയോ? അപ്പൊ നമ്മുടെ ആഹാരത്തെക്കാൾ നമ്മുടെ ഉടുപ്പിനേക്കാൾ വലുത്, അല്ലെങ്കിൽ ശരീരത്തെക്കാൾ വലുത്, അല്ലെങ്കിൽ ഉടുപ്പിനേക്കാൾ, അല്ലെങ്കിൽ ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ വലുത്, ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ. യേശുവിന് ഉദാഹരണം പറയും. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് സ്തോത്രം വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? മത്തായിയുടെ വിഷയം ഇത് തന്നെയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് അങ്ങോട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ദൈവം വചനം നീ അനുസരിക്കണം. വചനം നീ അനുസരിക്കാത്തത് കൊണ്ടാണ് പല പ്രതിസന്ധികളിൽ നീ ചെന്ന് ചാടുന്നത്. നിന്നെ ദൈവം വെറുത്തിട്ടോ, ദൈവം നിന്നെ സ്നേഹിക്കാഞ്ഞിട്ടോ, ദൈവം നിന്നെ അറിയാഞ്ഞിട്ടോ ഒന്നും അല്ല. നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. പക്ഷെ നീ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് പല ന്യായവിധിയും പല പ്രതിസന്ധികളും നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും കടന്നു വരുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ സ്വന്തം കഴിവുകൊണ്ട്, അറിവുകൊണ്ട്, ബുദ്ധി കൊണ്ട്, ജ്ഞാനം കൊണ്ട്, അവന്റെ സ്വന്തം ഇഷ്ടങ്ങൾ കൊണ്ട്, മനുഷ്യന്റെ നിർമ്മിതി കഥകൾ കൊണ്ട്, ഐതിഹ്യങ്ങൾ കൊണ്ട്, ഹല്ലേലൂയ, കെട്ടുകഥകളും പെരുങ്കഥകളും, ഹല്ലേലൂയ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യാദികൾ ചെറുപ്രായം തൊട്ട് നമ്മുടെ മനസ്സിനകത്തും ഹൃദയത്തിനകത്തും പിതാക്കന്മാർ കുഞ്ചറ്റം തരുന്നതുപോലെ കുത്തിവെച്ച് കയറ്റും. ഹല്ലേലൂയ. അതൊക്കെ നീ പഠിച്ച് നീ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്താലും നീ മാനസാന്തരപ്പെട്ടോ. ഹല്ലേലൂയ. ഞാൻ ഇവിടുന്ന് ദൈവത്തിന് വചനം പ്രസംഗിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും കർത്താവ് എന്നോടും ചോദിക്കുന്ന ചോദ്യമാണ്, നീ മാനസാന്തരപ്പെട്ടുവോ? ഹല്ലേലൂയ. അപ്പൊ എല്ലാവരോടും കർത്താവ് ചോദിക്കുക. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ചിലരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാനസാന്തരപ്പെട്ടല്ലോ പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കാവുന്ന, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടല്ലോ പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കാം എന്നൊക്കെയുള്ളതാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഈ ലോകം എന്ന് പറഞ്ഞ അഴിമതി നിറഞ്ഞത് കറ പുരണ്ടതാണ്. രക്തക്കറകൾ കൊണ്ട് നിറയപ്പെട്ടതാണ് ഭൂമി മുഴുവൻ. കാരണം ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ രക്തം ചൊരിയപ്പെട്ടിരിക്കുന്നത് ക്രൈസ്തവരുടെയാണ്. ഹല്ലേലൂയ. അതുപോലെ മറ്റുള്ള അങ്ങനെ രക്തം പുരണ്ട, രക്തത്തിന്റെ നിറമുള്ള, രക്തത്തിന്റെ കറ പുരണ്ട, രക്തം നിലവിളിക്കുന്ന ശപിക്കപ്പെട്ട ഭൂമിയിലാണ് ഞാനും നിങ്ങളും പാർക്കുന്നത്. എത്രയോ ആയിരങ്ങളുടെ രക്തമാണ് ഭൂമി ചൊരിച്ചതെല്ലാം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിലവിളി ഉയരുമ്പോൾ ദേശത്ത് ഓരോ സമയത്തും അതതിൻ്റെതായ ന്യായവിധിയുടെ കരം കർത്താവ് വഹിക്കുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങൾ മനസ്സ് കലങ്ങി പോകാതെ നിങ്ങൾ മാനസാന്തരപ്പെടണം.
അല്ലേ? മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അവനത് കണ്ട് ഭയപ്പെടത്തില്ല. കാരണം ഏത് സമയത്ത് മരിച്ചാലും നിത്യതയിൽ ഉണ്ടാകും എന്നുള്ള വ്യക്തിയുടെ ചിന്തയാണ്. ലേറിയ അപ്പൊ നമ്മൾ ഏത് സമയത്തും മരണപ്പെട്ടാലും നമ്മൾ സ്വർഗരാജ്യത്തിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങളെ, ജഡത്തിന്റെ പ്രവൃത്തികളെ, ജഡികമായ ആചാര അനുഷ്ഠാനങ്ങളെ, ജഡികമായ സ്വഭാവങ്ങളെ എല്ലാം നിങ്ങൾ നീക്കിക്കളയണം. നിങ്ങളുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ മാറ്റിക്കളയണം. ഗലാത്യലേഖനം 5:18 തൊട്ട് വായിക്കുമ്പോൾ നിങ്ങളുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ മുഴുവൻ മാറ്റിക്കളയണം. എന്നാലൊക്കെ മാനസാന്തരപ്പെട്ടു. എന്നിട്ട് ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങൾ പ്രാപിക്കണം. ക്രിസ്തുവേശുവിൽ ഉള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്ന ഗലാത്യലേഖനം 5:24 വിവരം കാണുന്നത്. നീ ക്രിസ്തുവേശുവിനുള്ളവനാണെങ്കിൽ, ക്രിസ്തുവേശുവിലാണ് നീ ജീവിക്കുന്നത്, നിന്റെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളിൽ ആർക്കും നമ്മുടെ നീളത്തോട് ഒരുപാട് കൂട്ടുവാൻ കഴിയില്ല. എല്ലാം ദൈവമാണ് അറിയുന്നത്. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഉള്ള പ്രമാണങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ദൈവത്തിലേക്ക് വരണം കേട്ടോ. ഹല്ലേലൂയ. എപ്പോഴാണ് ഈ ദുഃഖം, ഹല്ലേലൂയ, എപ്പോഴാണ് സന്തോഷം എന്നൊക്കെ നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴാണ് ദുഃഖം വരുന്നതെന്നും എപ്പോഴാണ് സന്തോഷം വരുന്നു പറയാൻ പറ്റത്തില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാനും എൻ്റെ വൈഫും എൻ്റെ കുട്ടി, ഞങ്ങൾ 3 പേരാ. 2023 ഹല്ലേലൂയ ഏപ്രിൽ മാസം 21 തീയതി 3 മണി വരെ ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി ഞങ്ങളുടെ ഭവനത്തിലുണ്ട്. ഒരു 3:30 ആയി കഴിഞ്ഞപ്പോഴത്തേനും ഹല്ലേലൂയ എൻ്റെ വൈഫ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. കാരണം അതുവരെ ഞങ്ങൾ സന്തോഷത്തിലായിരുന്നു, സമാധാനത്തിലായിരുന്നു. അപ്പം പെട്ടെന്ന് ഒരു 3:30 ആയപ്പോൾ എൻ്റെ വൈഫ് പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞങ്ങൾ ദുഃഖമായി മാറി. ഞാൻ പറഞ്ഞു, എപ്പോഴാണ് ദുഃഖം വരുന്നത് പറയാൻ പറ്റത്തില്ല, എപ്പോഴാണ് സന്തോഷം വരുന്നത് പറയാൻ പറ്റില്ല. ഇത് മനുഷ്യന്റെ ജീവിതത്തിലുള്ളതാ. എന്നെ കേൾക്കുന്ന മാതാവ്, എപ്പോഴാണ് നിനക്ക് സങ്കടം വരുന്നത്, ദുഃഖം വരുന്നത് നിനക്ക് അറിയാത്തത് കൊണ്ട്, എപ്പോഴാണ് അനർത്ഥം വരുന്നത്, എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണെന്ന് നിനക്കറിയത്തില്ലാത്തത് കൊണ്ടും, മുന്നമേൽ നിനക്കത് പ്രവചിക്കാൻ മറ്റൊരാൾക്ക് പ്രവചിക്കാൻ പറ്റാത്തത് കൊണ്ടും നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ശിലോഹാമിലെ ഗോപുരം വീണ് മരിക്കുമെന്ന് ആ ഗലീലക്കാർ അല്ലെങ്കിൽ യെരൂശലേമിലുണ്ടായെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ നേരത്തെ അവിടെ മാറിപ്പോയിരുന്നു. പക്ഷെ അവർ അറിഞ്ഞിരുന്നില്ല അത് വീഴുമെന്ന്. അത് പെട്ടെന്ന് സംഭവിച്ചു. അവരെല്ലാം മരണപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവ്, അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പൊ എപ്പോഴാണ് ദുഃഖം വരുന്നത്, എപ്പോഴാണ് സങ്കടം വരുന്നത് നമുക്കറിയത്തില്ല. എപ്പോഴാണ് സന്തോഷം വരുന്നത്? മനുഷ്യൻ ഹല്ലേലൂയ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും സങ്കടവും എല്ലാം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജനത്തിന് തന്നെ ദുഃഖം വെച്ചിട്ടുണ്ട്, സങ്കടം വെച്ചിട്ടുണ്ട്, സന്തോഷം വെച്ചിട്ടുണ്ട്, സമാധാനം വെച്ചിട്ടുണ്ട്, പ്രത്യാശ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവം വെച്ചാണ് നമ്മളെ ജനിപ്പിച്ചത്. ഇതൊന്നും നമ്മളെങ്ങൊന്നും കൊണ്ടുവരുന്നൊന്നും അല്ല, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് കിട്ടുന്നൊന്നുമല്ല. പക്ഷെ ഇന്നും നിന്റെ കുടുംബത്തിനകത്ത് സങ്കടമില്ല, നിന്റെ ഭർത്താവിന്റെ വഴിവിട്ട ജീവിതം, മദ്യപാനം, ഇന്നും നിന്റെ കുടുംബ സങ്കടത്തിലല്ലേ? അതുപോലെ സഹോദരൻ, നിന്റെ ഭാര്യ നിന്നെ അനുസരിക്കാതെ, നീ പറയുന്നത് കേൾക്കാതെ, നിന്നോട് തർക്കുത്തരം പറഞ്ഞ് ഇന്നും നീയുമായിട്ട് ശണ്ടയിടുന്ന, അല്പം മദ്യപിക്കുക ചെയ്യും, നീയാണല്ലോ ഊറ്റി കൊടുക്കുന്നത്. നിന്റെ ഭാര്യ മുഖാന്തരം നീയും കഷ്ടം സഹിക്കും, നിന്റെ മക്കൾ മുഖാന്തരം നീ സങ്കടം അനുഭവിക്കുന്നില്ലേ? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നീ മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ ആമേൻ, നിനക്ക് അതിനെയൊക്കെ തരണം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഏദൻ തോട്ടത്തിൽ പാപമില്ലാതിരുന്നപ്പോൾ മനുഷ്യന് യാതൊരു ദുഃഖവും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ പാപം സംഭവിക്കുന്നതിന് മുമ്പ്, പാപം പ്രവർത്തിക്കുന്നതിന് മുമ്പ്, ഏദൻ തോട്ടത്തിൽ സാത്താന്റെ തന്ത്രത്തിനകത്ത് ഔവയും ആദവും വീഴുന്നതിന് മുമ്പ് അവിടെ ദുഃഖമില്ല, സങ്കടമില്ല, അവിടെ സ്വസ്ഥതക്കുറവൊന്നുമില്ലായിരുന്നു. അവിടെ സന്തോഷമായിരുന്നു, പ്രത്യാശയായിരുന്നു. എന്നാൽ പാപമില്ലാതിരുന്ന ഏദൻ തോട്ടത്തിൽ എന്ത് ചെയ്തു? പാപം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ശാപത്തിന് കീഴിലായി. അപ്പോൾ ദൈവം മനുഷ്യരോട്, നെറ്റിയിലെ വിയർപ്പ് നിലത്തിൽ ചിന്തി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. അന്ന് മനുഷ്യന്റെ നെറ്റിയിലെ വിയർപ്പ്, നമ്മൾ ഈ പണിയൊക്കെ എടുക്കുമ്പോഴേ ഹല്ലേലൂയ, പെട്ടെന്ന് നമ്മുടെ നെറ്റിയൊക്കെ ഇങ്ങനെ വിയർക്കുമല്ലോ. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നെറ്റിയൊന്ന് വിയർപ്പൊക്കെ തോന്നിക്കളെ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞങ്ങളൊക്കെ പണ്ട് ഭയങ്കര ലോഡിങ് ആയിരുന്നപ്പോൾ ഞാൻ കത്തനിലായി പോവാ. അപ്പൊ നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഈ ഭൂമി വീഴാൻ കാരണം മനുഷ്യന്റെ പാപമാണ്. ഹല്ലേലൂയ.
ഇന്നും നീ വേർക്കുന്നു അല്ലെങ്കിൽ പറയുന്നത് അവന്റെ ആരോഗ്യം പണിയെടുക്കുന്നതുകൊണ്ടാണ്. ഇതൊക്കെ ഏദൻ തോട്ടത്തിൽ പാപം സംഭവിച്ചത് തൊട്ടാണ് മനുഷ്യൻ വിയർക്കാൻ തുടങ്ങിയത്. അല്ലേ? അതിനു മുമ്പ് ഏദൻ തോട്ടം നല്ല എയർ കണ്ടീഷൻ ചെയ്തതുപോലെ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേലിയ. അതുകൊണ്ടാണ് യേശു നീ നിലത്ത് അതിന്റെ വിയർപ്പോട് കൂടി നീ ഉപജീവനം കഴിക്കുമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ആവശ്യത്തിലധികമായ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഏദൻ തോട്ടത്തിൽ. അവർക്ക് ഭക്ഷിപ്പാനും അവർക്ക് ജീവിക്കാനും ഉള്ളതിനേക്കാൾ അധികമായ അനുഗ്രഹങ്ങൾ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നു. ദൈവം തന്റെ തേജസ്സിനെ അവർക്ക് വസ്ത്രമായി കൊടുത്തിരുന്നു. ദൈവം തന്റെ തേജസ്സിനെയാണ് ആദമിനും ഹവ്വയ്ക്കും വസ്ത്രമായി കൊടുത്തത്. നമ്മൾ ദൈവത്തിന്റെ തേജസ് അല്ല വസ്ത്രമായിട്ട് ധരിക്കുന്നത്, നമ്മൾ ഭൂമിയിൽ വസ്ത്രം തന്നെയാണ്. പക്ഷെ ആദം ഹവ്വയും ധരിച്ചത് എന്താണ്? തേജസ്സിന്റെ വസ്ത്രം. എന്നാൽ പാപം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അവർ അത്തിയില കൂട്ടി തുന്നി അവർക്ക് ഒരു അരയാടയുണ്ടാക്കി അത് വേരുദിച്ചപ്പോൾ അതും വാടിപ്പോയി. അല്ലെങ്കിൽ 1000 പഴവർഗ്ഗങ്ങൾ അവർക്ക് ഏദൻ തോട്ടത്തിൽ ആഹാരമായി ദൈവം കൊടുത്തിരുന്നു. അല്ലേലിയ. ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ, ഫലവൃക്ഷം അല്ലേലിയ ഏദൻ തോട്ടത്തിൽ ദൈവം കൊടുത്തിരുന്നു. ഏത് വേണമെങ്കിലും പറിച്ചു കഴിക്കാം, പക്ഷെ ദൈവം കൽപ്പിച്ചത് മാത്രം ചെയ്യരുത്. അപ്പൊ ഏത് പഴവും കഴിക്കാം. അവർക്കൊരു പഞ്ഞവും ഏദൻ തോട്ടത്തില്ലായിരുന്നു. പഞ്ഞം എന്നൊക്കെ പറയലേ അല്ലേ? പണ്ടൊക്കെ പറയും, ഇപ്പോൾ ഭാഷയുണ്ടോന്ന് അറിയത്തില്ല. പഞ്ഞം, പട്ടിണി എന്നൊക്കെ. പട്ടിണി ഇപ്പോഴും പഞ്ഞം പിടിച്ച് കിടക്കണം എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? എന്നോടൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏദൻ തോട്ടത്തിൽ ആദമിനും ഹവ്വയ്ക്കും ഒരു പഞ്ഞവും ഇല്ലായിരുന്നു. അല്ലേ? ഏതെങ്കിലും 4 നദികൾ ഒഴുകിയിരുന്നു. ഏതെങ്കിലും കൂടെ 4 നദികൾ ഒഴുകിയിരുന്നത് അവർക്ക് ഇഷ്ടംപോലെ കുടിക്കുവാൻ വെള്ളം. അല്ലെങ്കിൽ ഇഷ്ടം പോലെ 2 മനുഷ്യർക്ക് വേണ്ടിയിട്ടാണെന്ന് ഓർക്കണം. ഒരു നദിയുണ്ട്, അത് 4 ശാഖകളായി പിരിഞ്ഞെന്നാ. അപ്പൊ അവർക്ക് ഇഷ്ടം പോലെ വെള്ളമുണ്ടായിരുന്നു. അല്ലെങ്കിൽ വെള്ളത്തിന് കഷ്ടമില്ലായിരുന്നു ഏദൻ തോട്ടത്തിൽ. വെള്ളത്തിന് യാതൊരു കഷ്ടവുമില്ലായിരുന്നു. ഏതിൽ നദി ഒഴുകിയ സ്ഥലങ്ങളിലെല്ലാം പൊന്നു വിളഞ്ഞിരുന്നു. ഏതിൽ ആ നദി ഒഴുകിയ സ്ഥലങ്ങളിലൊക്കെ പൊന്നു വിളയുമായിരുന്നു. അല്ലേലിയ സ്തോത്രം. വിലയേറിയ കല്ലുകളും അല്ലെങ്കിൽ ധാരാളം അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 2:11-12 ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ ഏദൻ അത്ര മനോഹരമായിരുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ സ്തോത്രം അല്ലെങ്കിൽ അതിന്റെ 8 തൊട്ട് വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി 2-ാമത്തെ 8 തൊട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏതെങ്കിലും തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ എല്ലാത്തരം വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. തോട്ടം നനപ്പാൻ ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞ് ഒന്നാമത്തതിന് പീശോൻ എന്ന് പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേതവും ഉണ്ട്. 2-ാം നദിക്ക് ഗീഹോൻ എന്ന് പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദ്ദേൽക്കേർ എന്ന് പേർ. അത് അശൂരിനും കിഴക്കോട്ട് ഒഴുകുന്നു. 4-ാം നദി ഫ്രാത്ത്. അപ്പൊ ഈ നദി ഒഴുകുന്നിടത്തൊക്കെ വളരെ പ്രയോജനമുണ്ടായിരുന്നു. പക്ഷെ പാപം വന്നപ്പോ എന്ത് ചെയ്തു? അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന മാതാവേ, ദൈവം നിന്റെ ജന്മത്തിൽ തന്നെ നിനക്ക് അനുഗ്രഹത്തിൻ്റെതായ ഒരുപാട് വഴികളെ നീ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നീ അത് പ്രാപിക്കാൻ കഴിയാത്തതിന്റെ കാരണം ആദാമിൽ സംഭവിച്ച പാപം മുഖാന്തരം സകലവും നഷ്ടപ്പെട്ടു. എന്നാൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന കർത്താവായ യേശുവിലൂടെ ഏതിൽ നഷ്ടപ്പെട്ടു പോയ ആ അനുഗ്രഹത്തെ നാം തിരിച്ചു പ്രാപിച്ച് അത് എടുത്തത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിന് വന്നു നിന്നാൽ ആ ഏദന്റെ അനുഭവത്തൊക്കെ ദൈവം നമുക്ക് തരും കേട്ടോ. ഹല്ലേലൂയ. അല്ലല്ല, നിങ്ങളുടെ നീളത്തോടൊരുമുഴ കൂട്ടുവാൻ നിന്റെ സ്വന്തം ബുദ്ധി കഴിവുകൊണ്ട് നീ പരിശ്രമിച്ച് നീ അതിനുവേണ്ടി യാത്ര ചെയ്യുന്നെങ്കിൽ ശിരോഹാമിലെ ഗോപുരം വീണ് ചിലർ മരിച്ചു പോയതുപോലെ നിങ്ങളും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ പറയും ഇതെല്ലാം എന്റെ വിധിയാണെന്നേ. ചിലർ പറയും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചവന്റെ തലയെ വരച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അതെന്ത് വര? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ വര?
അല്ലേലിയ. ഞാനൊരിക്കൽ ഈ കോവിഡ് വന്ന കാലഘട്ടത്തിൽ ആദ്യമായിട്ട് മുട്ടയടിച്ചതാ. എന്റെ തല മുട്ടയടിച്ചു. എന്റെ തല മുട്ടയടിച്ചിട്ട് ഞാൻ എന്റെ തലയിലേക്ക് നോക്കി. അല്ലേലിയ. കണ്ണാടി വഴിയാ കേട്ടോ, നമുക്ക് നേരെ നമ്മുടെ തല കാണാൻ പറ്റില്ല. കണ്ണാടിയിൽ കൂടെ മാത്രമേ നമ്മുടെ തല കാണാൻ പറ്റത്തുള്ളൂ. അല്ലേലിയ. ഞാൻ നോക്കി, എന്റെ തലയിലൊരു വരയുണ്ട്. എന്റെ തലയിൽ വരയൊന്നും കാണില്ല. നമ്മുടെ കഴുത്തിലിരിക്കുന്ന പെടലി കൊണ്ട്, പെടലിയിൽ അല്ലെങ്കിൽ പെടലി കൊണ്ട് അല്ലെങ്കിൽ ഈ തല കൊണ്ട്, അല്ലേലിയ, ആ തലയിൽ നമുക്ക് തന്നെ ഈ കണ്ണുകൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ കാണാം. നമ്മുടെ ശരീരം മുഴുവനും കാണാമെങ്കിലും തലയും പുറവും നമുക്ക് കാണാൻ കഴിയത്തില്ല. നമ്മുടെ പുറം നമുക്ക് കാണാൻ കഴിയത്തില്ല. നമ്മുടെ തലയിൽ എന്തെല്ലാം ഉണ്ടെന്ന് കാണാൻ കഴിയില്ല. നമ്മുടെ കണ്ണ് കാണാൻ നമുക്ക് സ്വയമായിട്ട് കാണുന്നത് മറ്റൊരു കണ്ണാടിയിൽ കൂടിയാണ്. നമ്മുടെ ചെവി, നമ്മുടെ മൂക്ക്, നമ്മുടെ വായ്, നമ്മുടെ ചുണ്ട്, നമ്മുടെ പല്ല്, നമ്മുടെ നാവ്, നമ്മുടെ കവിള്, തലമുടി, നമ്മുടെ പുരിയം, അല്ലേ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി, നമ്മുടെ ശരീരത്തിന്റെ പിൻഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ണാടിയിൽ കൂടെ കാണാൻ കഴിയുള്ളൂ. അല്ലേലിയ. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അല്ലേലിയ. ഞാനിത് പറഞ്ഞത് മനുഷ്യന്റെ ജീവിതം അങ്ങ് സ്വന്തം ബുദ്ധിയിലേക്ക് പോവുകയാണ്. ബുദ്ധി കൊണ്ടുള്ള പ്രമാണമാണ്. അല്ലേലിയ. അപ്പൊ ഏതൻ പർദീസി സകലം ഉണ്ടായിരുന്നെങ്കിലും ഒറ്റ മനുഷ്യന്റെ പാപം. ഏത് സ്ത്രീ ഹവ്വ. അല്ലേലിയ. ആദ്യം ദൈവം സൃഷ്ടിച്ച ആദമിന് കൂട്ടുകൊടുത്ത ജീവിത പങ്കാളി, ആദമിന്റെ തുണ, അല്ലേലിയ, ഹവ്വ. അവളെന്ത് ചെയ്തു? പിശാചിന്റെ പ്രലോഭനത്തിൽ വീണു, സാത്താന്റെ പ്രലോഭനത്തിൽ വീണു. ഇന്നും അനേക സ്ത്രീകളെ ഈ സാത്താന്റെ പ്രലോഭനത്തിൽ വീഴുന്നത് കേട്ടോ. ആണുങ്ങളെത്താൻ വീഴും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രലോഭനത്തിൽ വീഴുന്നത് ആരാ? നമ്മുടെ സഹോദരിമാരാ. അല്ലേലിയ. നമ്മുടെ സഹോദരിമാരും നമ്മുടെ കുഞ്ഞുങ്ങളുമാണ് ഏറ്റവും കൂടുതൽ പ്രലോഭനത്തിൽ വീഴുന്നത്. സാത്താൻ അത് പ്രവർത്തിക്കും. സാത്താൻ അത് ആ പ്രലോഭനം തരാൻ വേണ്ടിയിട്ട് നിന്റെ അരികിലേക്ക് ആരെയൊക്കെയെങ്കിലും പറഞ്ഞു വിടും. അങ്ങനെ പ്രലോഭനത്തിൽ വീഴുന്ന അനവധി സഹോദരിമാരുടെ യുവാക്കന്മാരുണ്ടെന്ന്. അല്ലേലിയ. വളരെ കേൾക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ ആരുടെ പ്രലോഭനത്തിൽ വീഴരുത് കേട്ടോ. അല്ലേലിയ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അനുഭവങ്ങൾ അങ്ങനെ ആദമിന്റെ ഒബീഡിയൻസ് നഷ്ടപ്പെട്ടു പോയതെല്ലാം ഒടുക്കത്തെ ആദാമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമരണത്തിലൂടെ നമുക്ക് മടക്കി തന്നിട്ടുണ്ട്. അല്ലേലിയ. അത് വിശ്വാസത്താൽ കാണണം, വിശ്വാസത്താൽ പ്രാപിക്കണം, വിശ്വാസത്താൽ അനുഭവിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരേ മാർഗം യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും, ഹൃദയം കൊണ്ട് നീതിക്കാൻ വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്ക് ഏറ്റുപറയണം. അല്ലേ? യേശുവിനെ കർത്താവെന്ന് യേശുവിനെ കർത്താവ് നമ്മൾ വിശ്വസിക്കണം. യേശുവിനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഇന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്നാ നീ രക്ഷിക്കപ്പെടുമെന്ന. അല്ലേ? അപ്പൊ നമ്മൾ രക്ഷ എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് വരണം. രക്ഷ എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും തന്നിരിക്കുന്നതാണ്. രക്ഷപ്പെടുവിൻ എന്ന് പറയുന്നത് ക്രൈസ്തവർക്കും മാത്രമല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 22-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുവിൻ, രക്ഷപ്പെടുവിൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സകല ഭൂവാസികളുമായുള്ളവരെ. ലോകത്തിൽ എവിടെയെല്ലാം ജനമുണ്ടോ, അത് ഏത് വിഭാഗമായിരുന്നാലും, ഏത് നിറത്തിലും, ഏത് ഭാഷയിലായിരുന്നവനായിരുന്നാലും, പുറലോകമായി ബന്ധമില്ലാത്ത ആദിവാസികളായിരുന്നാലും, അല്ലെങ്കിൽ ഈ പുറലോകമായിട്ട് ഇന്നും ഒരു ബന്ധമില്ലാതിരിക്കുന്ന ചില ദ്വീപവാസികളുണ്ട്, അവരോടായിരുന്നാലും കർത്താവ് പറയാണ് എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടണമെന്ന്. അല്ലേലിയ. അപ്പൊ നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരും. അല്ലാതെ നിന്റെ കൃത്രിമത്തിലൂടെ നിന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ വേണ്ടി നീ യാത്ര ചെയ്താൽ നീ നശിച്ചു പോകും. അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാൻ ഞാൻ അങ്ങനെ തന്നെ നശിച്ചു പോകും. നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ. അല്ലേലിയ. നിങ്ങൾ മാനസാന്തരപ്പെടണം. അല്ലേലിയ. അപ്പം ദൈവം ആദാമിനെയും ഹവ്വയും വളരെയധികം സ്നേഹിച്ചു. വെയിലാറിയ സമയങ്ങളിൽ അവരെ കാണുവാനായി വന്നിരുന്നു. അല്ലേലിയ. ദൈവം ആദാമിനെയും ഹവ്വയും വളരെയധികമായി സ്നേഹിച്ചു. കാരണം ആ ദൈവത്തിന് അന്ന് തോട്ടത്തിലേക്ക് വരുമ്പോൾ കാണാനും കേൾക്കാനും സംസാരിക്കാനും പറയാനും ചേർത്ത് പിടിക്കുവാനും ഒരു അപ്പന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനും ഒരു മക്കളുടെ സ്നേഹം തിരിച്ചു പ്രാപിക്കുവാനും ഏദൻ പർദീസയിൽ ആദവും ഹവ്വയും മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ദൈവം വെയിലാറുന്ന സമയത്ത് തോട്ടത്തിൽ വരും, മനുഷ്യനെ കാണുമായിരുന്നു, മനുഷ്യനോട് സംസാരിക്കുമായിരുന്നു. പക്ഷേ നോട്ടി നേരത്തിനുള്ളിൽ സാത്താൻ ദൈവമായുള്ള സംസർഗം നഷ്ടപ്പെടുത്തി മനുഷ്യരിൽ നിന്ന്
സാത്താന്റെ വാക്ക് കേൾക്കത്തക്ക നിലയിൽ സാത്താൻ ഹൗവയെ കൈവശമാക്കിയെടുത്ത് പ്രലോഭനം കൊടുത്ത് അവളെ അങ്ങ് വശീകരിച്ചു. ലേലിയ. ഇന്നത്തെ ചില സഹോദരി യുവതി മക്കളോട് പറയട്ടെ, സഹോദരിമാരുടെ കുഞ്ഞുകുട്ടികൾ, ഈ 10ാം ക്ലാസ്സൊക്കെ 12ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളോട് പറയട്ടെ, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാതെ നിന്റെ ഹൃദയത്തെ നിന്നെ വശീകരിച്ച് നിന്നെ മയക്കിയെടുത്ത്, അല്ലേലിയ, ആമി നിന്നെ വശീകരിക്കുന്ന ചില ആളുകളുണ്ട് കേട്ടോ. അല്ലേലിയ. ഇവരെയപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് 11ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ എന്താ അല്ലേലിയ. പിന്നെ ഇങ്ങനെ ഈ സ്കൂളിന്റെയൊക്കെ പരിസ്ഥിതി ഒരുപാട് യൗവനക്കാരെ കാണത്തില്ലേ, മാതാപിതാക്കളെ കാണാതെ +2 കഴിഞ്ഞ് സ്കൂൾ അടച്ച ഉടനെ പിന്നെ ഇറങ്ങി ഓട്ടവാ. അങ്ങനെ +2 കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് മക്കൾ തിരിച്ചു ചെല്ലാതെ +2 കഴിഞ്ഞ് സ്കൂളിൽ തന്നെ ഭാഗമായിട്ട് പിശാചിന്റെ പ്രലോഭനത്തിൽ ഓടിപ്പോയ കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ ചിലതൊക്കെ എൻ്റെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേലിയ. ഒരിക്കലും ഒരു കുട്ടി എനിക്കൊരു 18 വയസ്സാകട്ടെ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് 18 വയസ്സാകാൻ വേണ്ടി നോക്കിയില്ല. 18 വയസ്സായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളത്. അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. അല്ലേലിയ. 18 വയസ്സാകട്ടെന്ന് 18 വയസ്സായപ്പോൾ ഇറങ്ങിപ്പോയി. ലേലിയ. കാരണം ആ ദൈവമായുള്ള സംസർഗം നഷ്ടപ്പെട്ട്, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് പ്രലോഭനത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ പ്രലോഭനം, സാത്താന്റെ പ്രലോഭനത്തിൽ അവൾ വശീകരിക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന കുഞ്ഞെ, എന്നെ കേൾക്കുന്ന സഹോദരി, നീ വശീകരിക്കപ്പെടരുത്. ദൈവ സ്നേഹം, ദൈവമായുള്ള ബന്ധം, ദൈവമായുള്ള സംസർഗം ആദമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടു പോയതുപോലെ നിന്റെ മാതാപിതാക്കളുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകാൻ നീ മാതാപിതാക്കൾ കീഴടങ്ങിയിരിക്കണം. അല്ലേലിയ. ഇന്നത്തെ ഈ പാർക്കുകളിലും ബീച്ചുകളിലും ഒക്കെ ചെല്ലാകി സ്തോത്രം, പാർക്കുകളിലും ബീച്ചിൽ നിന്നുകൊണ്ടാണ് ചിലരൊക്കെ വസ്ത്രം മാറുന്നത്. സ്കൂൾ വസ്ത്രം, യൂണിഫോം മാറി വേറെ വസ്ത്രമിട്ട ബീച്ചിലും പാർക്കിലും ഒക്കെ ഇരിക്കുന്നത്. അല്ലേലിയ. നിങ്ങൾക്ക് സംശയമാണ് എൻ്റെ കൂടെ വന്ന് നീ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് പേരെ ഞാൻ ഒരുപാട് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പലരും കാണാറുണ്ട്. ചിലപ്പോൾ നമ്മളെ കാണും, നമ്മളെ അറിയുന്നവർ കാണും, നമ്മളെ ശ്രദ്ധിക്കുന്നവർ കാണും, കാര്യത്തിന് അവർ കൂടി. അല്ലേലിയ. സ്തോത്രം, പ്രൈസലോ, മാനസാന്തരപ്പെടണം. ചില ബീച്ചിലൊക്കെ ചെല്ലെങ്കിൽ ആ ബീച്ചിന്റെ ചുറ്റിനും പോലെ ഈ കാറ്റാടിമരം വെച്ചിട്ടുണ്ട്. കാറ്റാടിമരം. അത് ഈ കാറ്റാടിമരത്തിന്റെ ഈ കാറ്റാടിമരം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഓരോ കാറ്റാടിമരത്തിന്റെ അരികിലും ഓരോ സഹോദരനും ഉണ്ട്. പ്രൈസലോ. അല്ലേലിയ. അവരെല്ലാം മറയുന്ന ഈ കാറ്റാടിമരത്തെ ആദവും വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെല്ലുന്നത് കേൾക്കും, കാൽപെരുമാറ്റം കേൾക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ യുവാക്കന്മാർ എന്ത് ചെയ്യുകയോ കാറ്റാടി മരങ്ങൾ പൊളിച്ചിരുന്ന് തല ചായച്ചു പിടിക്കും, നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി. പ്രൈസലോട്. പ്രലോഭനമാണ്. പാപത്തിലേക്ക് നിന്നെ തള്ളിയിടുവാൻ സാത്താൻ നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയുമ്പോൾ ആദവും ഹവ്വയും വീണ് പോയതുപോലെ നീ വീണ് പോകരുത്. നിന്നെ കുറിച്ച് നിന്റെ മാതാവിന്, നിന്റെ പിതാവിന് പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, ബാംഗ്ലൂരിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പഠിക്കാൻ പോയ അനവധി യുവതി സഹോദരിമാർ, കുഞ്ഞുങ്ങൾ മദ്യരോഗികളുടെ, മയക്കുമരുന്ന് രോഗികളൊക്കെ അകപ്പെട്ട് NDMA സിന്തറ്റിസ്റ്റുമായിട്ട് വന്ന് അനവധി ആളുകൾ പിടിക്കപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഭാവി നഷ്ടപ്പെട്ട് 18, 20, 21 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ ജയിലടക്കപ്പെട്ടു. മാതാപിതാക്കളെ കണ്ണുനീര് നിങ്ങൾ കാണണം കേട്ടോ. ഇപ്പൊ ജയിലിൽ കിടക്കുന്നവരവിടെ കിടക്കട്ടെ, അവർക്ക് സർക്കാർ എപ്പോഴേ ജാമ്യം കൊടുത്ത് നമുക്ക് അറിയത്തില്ല. ജീവനോടെ ഇരിക്കുന്ന നീ ഇതിന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. ദൈവത്തെ നീ ദുഃഖിപ്പിക്കരുത്. അല്ലേലിയ. അതുകൊണ്ട് നിങ്ങളുടെ നീളത്തോടൊരു മുടം കൂട്ടുക. നീ പണം ഉണ്ടാക്കാൻ നീ ആയിട്ട് ശ്രമിക്കരുത്. ഈ കഞ്ചാവും MDMA ഒക്കെ വിൽക്കാനായിട്ട് അതിന്റെ ഏജന്റായി മാറുന്നത് ചില യുവാക്കന്മാരുടെ പ്രലോഭനത്തിൽ വീഴുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷേ ഇവിടെ കർത്താവ് നിന്റെ നീളത്തോട് ഇവിടെ കൂട്ടം നിങ്ങൾ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞപോലെ വ്യാജ മാർഗത്തിലൂടെ, കരിഞ്ചന്തയിലൂടെ, ഇങ്ങനെയുള്ള ദൈവികതമല്ലാത്ത രീതിയിലൂടെ പണം ഉണ്ടാക്കി നീ ജീവിക്കാൻ ശ്രമിച്ചാൽ അത് നീ നിയമത്തിന് മുമ്പിൽ നീ പിടിക്കപ്പെടും. പല നാൾ നീ കക്കും, ഒരു നാൾ നിന്നെ പിടിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാനിതൊക്കെ കാണുമ്പോൾ വളരെ സങ്കടത്തോടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞിടെ ഞാൻ ഒരുപാട് പെൺകുഞ്ഞുങ്ങൾ ഇങ്ങനെ പിടിക്കപ്പെടുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി, വേദന തോന്നി. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചതെന്ന് പറയാമോ? കർത്താവ്, ഇതൊക്കെ കാണുമ്പോഴേക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഇനിയുള്ള കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെടും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, +2 കഴിഞ്ഞ് +2 പരീക്ഷ കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ +2 +1 ഭയങ്കര അടി. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ +2 പിള്ളേരെ 10 വയസ്സ് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ, മുതിർന്ന കുട്ടികൾ അടിച്ച് ശരിയാക്കാൻ നമ്മൾ കണ്ടു. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അല്ലേലുയ. അത് എന്തെല്ലാം നടന്നാൽ, എന്തെല്ലാം സംഭവിച്ചാൽ ഈ തലമുറ മാനസാന്തരപ്പെടാതെ അല്ലേലുയ പാപത്തിൽ വീണ് കിടക്കുക.
അതുകൊണ്ട് ശീലോഹാബിലെ ഗോപുരം വീണ അവിടെ ഉണ്ടായിരുന്ന ജനം മരിച്ചു പോയതുപോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവി സഹോദര, ഇന്ന് നീ ചെയ്തു കൂട്ടുന്ന സകല പാപങ്ങൾക്കും നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. നീ ചെയ്യുന്നതൊക്കെ താൽക്കാലികം നിനക്ക് സന്തോഷമെന്ന് തോന്നിയാലും അതിൻ്റെ അവസാന കയ്പായിരിക്കും. നീ മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരണം. ആരുടെ മേൽ കൈവെക്കുവാൻ നിനക്ക് അധികാരമില്ല. നോക്കിക്കേ, +2 കഴിഞ്ഞിറങ്ങി വന്ന ചെറുക്കനെ അടിച്ച് ചതച്ചു ഒതുക്കി അവന്റെ തലക്കൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ യുദ്ധം പറയാ അവൻ ചത്തെന്ന്. അവന്റെ ആ കുഞ്ഞിന്റെ മാതാപിതാക്കളെ കണ്ടുകൊണ്ടിരിക്കുമ്പം പെറ്റ വയറ് സമ്മതിക്കത്തില്ല കേട്ടോ. അവൻ നൊന്തുപെറ്റ അമ്മ. ഹല്ലേലൂയ. അവൻ ആ പോറ്റു വളർത്തിയ പിതാവ്. ഇങ്ങനെ വിടാൻ പാടില്ല, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇതിനെതിരെ കർശനമായി നിയമം കൊണ്ടുവരണം. 18 വയസ്സ് താഴോട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്ത് അവരുടെ ഒരു കേസെടുക്കാരവരെ ആ ജുവൽ കൊണ്ടാക്കുന്ന നിയമങ്ങൾ സർക്കാർ മാറ്റി എഴുതിയില്ലെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ +1 +2 പഠിക്കുന്ന SLC പഠിക്കുന്ന അനവധി കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന കാഴ്ച ഇവിടുത്തെ സർക്കാർ നിയമങ്ങൾ കാണും. അത്രമാത്രം MDMA സിന്തറ്റിക്സ് പെരുകി പിള്ളേരുടെ സമനില തെറ്റിച്ചുകൊണ്ട് മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റിയ നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി കോപിക്കുന്ന കോപം കൊണ്ടുവരുന്ന അനുഭവങ്ങൾ അത് വലിയ കലാശത്തിലേക്ക് പോവുകയാണ്. നിയമങ്ങൾ മാറണം, കർശന നിയമം കൊണ്ടുവരണം. അധികാരികളെ ഭയപ്പെടണം, പോലീസിനെ ഭയപ്പെടണം. അല്ല പോലീസിന്റെ മെക്കെട്ടൊക്കെ കയറുകയല്ല ചെയ്യേണ്ടത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിന് നിയമം നടത്താൻ പറ്റത്തില്ല. പോലീസിന്റെ മെക്കെട്ട് കയറി അവനെ പിന്നെ പുറത്താക്കണം, അഴിച്ചു വിടണം. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഇനി ഞങ്ങൾ അധികാരം മാറി വിടട്ടെ, ഇവരെല്ലാം പിരിച്ചുവിടും. ഇങ്ങനെയുള്ളവനൊക്കെയാണ് ഈ ദേശം നശിപ്പിക്കുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. പ്രൈസലോ. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ആദ്യം ഹല്ലേലൂയ വസ്ത്രത്തിനായി ആദാം ദുഃഖിച്ചു. നഗ്നനായിരിക്കുന്നല്ലോ, അത്തിയിലകളെ എടുത്ത് തുന്നി നഗ്നത മറച്ചു. അപ്പോൾ തന്നെ ഭാര്യയ്ക്കും കൊണ്ടാക്കി കൊടുത്തു. രണ്ടും കാറ്റടിച്ച് വെയിലടിച്ച് ഉണങ്ങിപ്പോയി. അതെ, നീ എന്തെല്ലാം ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ട് നീ എന്തെല്ലാം ന്യായീകരിച്ചാലും അതെല്ലാം അത്തിയില വാടി ഉണങ്ങിക്കഴിഞ്ഞതുപോലെ വാടി ഉണങ്ങിപ്പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നീ വിചാരപ്പെടരുത്. ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടരുത്, ഭക്ഷണത്തെ കുറിച്ച് വിചാരപ്പെടരുത്. വയലിലെ താമര എങ്ങനെ വളർന്നു നിരൂപിക്കുവിൻ. ശലോമോൻ രാജാവ് തന്റെ തോട്ടത്തിൽ പലതരത്തിലുള്ള പുഷ്പങ്ങളെ നട്ടു വളർത്തിയിരുന്നുവെങ്കിലും ചില പുഷ്പങ്ങളുടെ നിറത്തെ പോലെ തന്റെ വസ്ത്രവും ഇരിക്കണമെന്ന് ആശിച്ചു. അദ്ദേഹത്തിന്റെ സഹായികൾ പല ദേശങ്ങളിൽ പോയി ഈ പുഷ്പങ്ങളുടെ നിറത്തിലുള്ള വസ്ത്രങ്ങളെ അന്വേഷിച്ചു. എന്നാൽ ആ നിറത്തിലുള്ള വസ്ത്രങ്ങളെ കിട്ടിയില്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഓർത്തു നോക്കിക്കേ. സ്തോത്രം. അതേ സ്നേഹിത, നമ്മൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. നമ്മൾ ദൈവമായിട്ട് വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായമാണല്ലോ, അതിന്റെ 25-ാമത്തെ വാക്യം. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? അതെ, നമ്മൾക്ക് നമ്മുടെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ ആർക്കും കഴിയില്ല കേട്ടോ. മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് യേശുവിനോടൊപ്പം ജീവിക്കണം, കർത്താവിനോടൊപ്പം ജീവിക്കണം. ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി നീ പോകരുത്. ഈ ലോകം പാപമാണ്, ഈ ലോകം നാശമാണ്, സാത്താന്റെ അധീനതയിലാണ്. നീ അവന്റെ പ്രലോഭനത്തിൽ വീട് പോകരുത്. പ്രൈസലോ. നിന്നെ തകർക്കുവാൻ പിശാച് പല പദ്ധതികൾ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിന്റെ കുടുംബത്തിനകത്തിന്റെ മക്കളെ അച്ചടക്കത്തിൽ, ദൈവഭയത്തിൽ, ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് അവന്റെ ബാല്യകാലത്തിൽ തന്നെ അവനെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കത്തക്ക നിലയിൽ അവനെ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസലോ. മക്കൾ പിഴയ്ക്കുന്നതിന്റെ 99% മാതാപിതാക്കളാണ്. പ്രൈസലോ. അല്ലേ, നിങ്ങൾ പറ. നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത്. നിങ്ങളെ കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങളുടെ മക്കൾ നാട്ടിലിറങ്ങി മറ്റുള്ളവരോട് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വേണം. പിന്നെ ഹല്ലേലൂയ, നിങ്ങളോട് ദൈവാത്മാവ് പറയുക, ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്വന്തം പ്രയത്നമുണ്ട്, സ്വന്തം കഴിവുണ്ട്, ഇതൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും, നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറും. നിന്റെ കഷ്ടം, സങ്കടം, ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ എല്ലാം മാറും. നിന്നെക്കുറിച്ച് ദൈവത്തിനാ പ്ലാനുള്ളത്, ദൈവത്തിനാ പദ്ധതി. നിന്നെക്കുറിച്ച് രാഷ്ട്രീയക്കാർക്കല്ല, മതങ്ങൾക്കല്ല, തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വർഗീയവാദികൾക്കും വേണ്ടിയിട്ടല്ല നീ പ്രയോജനപ്പെടേണ്ടത്. കർത്താവിന് വേണ്ടി.
അല്ലെങ്കിൽ കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ അതിൽ വീണ് കിടക്കുന്ന സകല ജനവും പാപം വിട്ട് മടങ്ങി വന്ന കർത്താവ് യേശുക്രിസ്തുവിൽ ആത്മരക്ഷമായി പാട്ടിയാകണമേ. കർത്താവ് ഈ വിചാരപ്പെട്ട നീളത്തോടുകൂടെ കൂട്ടുവാൻ ആർക്കും കഴിയില്ല. വചനം പറയുമ്പോഴും മനുഷ്യൻ നീളം കൂട്ടാൻ വേണ്ടി പല മാർഗങ്ങളും പദ്ധതികളും ചെയ്തിട്ട് അതിൽ വാചാലനായി മാറുന്ന അനുഭവങ്ങൾ. എന്നാൽ ഇവിടുത്തെ ഒരു സയൻസിനും ഒരു ശാസ്ത്രലോകത്തിനെ കണ്ടുപിടിക്കാനും അത് ചെയ്യുവാനും കഴിയില്ല. വേദപുസ്തകം പറയുക, കർത്താവിന്റെ വചനം കെട്ടി ജനം മാനസാന്തരത്തിൽ മടങ്ങി വന്ന് സുവിശേഷന്റെ ഭാഗം ആത്മരക്ഷമായി പാടുകയാണ്. ഏത് തോട്ടത്തിൽ ആദ്യവും പ്രലോഭനത്തിനു വേണ്ടി നശിച്ചു പോയതുപോലെ ശിരോഹാവിലെ ഗോപുരം വേണ്ട അവിടുത്തെ ജനം മരിച്ചതുപോലെ മരിച്ചു പോകാതെ, ദൈവിക ന്യായത്തിലേക്ക് പോകാതെ ഈ ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല ജന കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി കർത്താവ് സുവിശേഷ വിരോധികൾ, വർഗീയവാദികൾ, തീവ്രവാദികൾ എല്ലാം മത നേതാക്കന്മാർ, ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വെള്ളപൂശിയ വസ്ത്രം ധരിച്ച് ആമിനകത്ത് കറുപ്പിന്റെ വെടിമരുന്നുമായി നടക്കുന്ന ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു മാനസാന്തരം കൊടുക്കണമേ. ഹല്ലേലൂയ. അവർ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ, അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടുന്ന പാപങ്ങൾ അവർക്ക് മാനസാന്തരമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനാശം ചെയ്യുവാൻ ഒരുങ്ങിയിറങ്ങിയിരിക്കുന്ന ഭരണ സംവിധാനങ്ങളെ ദൈവം സന്ദർശിക്കണമേ. ക്രൈസ്തവന്റെ രക്തം ചുരിയിക്കുന്ന രക്തദാഹികളായിരിക്കുന്ന അനവധി ആളുകളുണ്ട്. അവരെയൊക്കെ ദൈവം സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഒരു മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും അക്രമം പെരുകുമ്പോൾ, കർത്താവേ രക്തം ചുരിച്ച് നടക്കുമ്പോൾ, കർത്താവേ ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവദാസിദാസന്മാർ, ദൈവജനം വിവിധ കഷ്ടം സഹിതം ജയിലിൽ കിടക്കുന്നവർക്ക് ഒരു മോചനം കൊടുക്കണമേ. രോഗികളായിരിക്കുന്നവരുടെ വിടുതൽ കൊടുക്കണം. തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.